ഇന്ന് നമുക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനത്തെക്കുറിച്ച് പഠിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം എടുത്താട്ടെ. ദൈവം സർപ്പത്തോട് പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. വെരി ഗുഡ്. ഇതിൽ സർപ്പത്തിന്റെ തലയെ തകർക്കുന്നത് കർത്താവായ യേശുവാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അവനെപ്പറ്റി സൂചനയുണ്ട്. സഹോദരൻ എന്താ ആലോചിക്കുന്നത്? സഹോദര, ഇവിടെ 2 പേർ വാഗ്ദാനം ചെയ്യപ്പെടുന്നതായി കാണുന്നു. മകൻ യേശുവാണ്. സ്ത്രീ ആരാണ്? ഈ പ്രവചനം ഇതുവരെ പൂർത്തിയായില്ലേ? അത് ഇസ്രായേൽ ജനമായിരിക്കും. ഇസ്രായേലിൽ നിന്നല്ലേ യേശു വന്നത്? അങ്ങനെയാകാൻ വഴിയില്ല. ഇസ്രായേൽ യേശുവിനോടൊപ്പം നിന്ന് സാത്താനോട് യുദ്ധം ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ സഭയായിരിക്കും. അതിനും സാധ്യതയില്ല. സഭ യേശുവിന്റെ അമ്മയല്ലല്ലോ. യേശുവിന് ശേഷമല്ലേ സഭയുണ്ടായത്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ യേശുവിനെ ക്രൂശിച്ചവർക്ക് അവിടുത്തെ കുറിച്ചുള്ള വചനങ്ങൾ മനസ്സിലായില്ല. അതുപോലെ നമുക്കും ഈ സ്ത്രീയെക്കുറിച്ച് മനസ്സിലാകുന്നില്ല. അങ്ങനെയല്ലേ? സ്ത്രീ 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 അവിടെ നിൽക്കട്ടെ. വാ, നമുക്ക് ചായ കുടിക്കാം. അത്രയ്ക്ക് ബഹുമാനം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. യേശു പോലും മാതാവിനെ സ്ത്രീ എന്നാണ് വിളിച്ചത്. വെറും സ്ത്രീ എന്ന്. അതിന് വേറെ വല്ല അർത്ഥവും കാണും. വാടും.